അപ്പോളേ ഇന്നൊരു മിനി വ്ളോഗാല്ലേ മിനി വ്ളോഗാകാല്ലേ എന്തല്ലേ. ഞാനിന്ന് മമ്മീനെയും കൊണ്ട് ആശുപത്രി പോയത്. ആശുപത്രിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി കള്ളിപ്പാറയിൽ ഒരു നല്ലൊരു ചെറിയൊരു കടയുണ്ട്. അവിടെ നാരങ്ങാവെള്ളം കുടിച്ചു. ഈ സെവണപ്പിൻ്റെ ഇത് കണ്ടോ, സാധാരണ ഈ സെവണപ്പിനകത്ത് എന്തായിരിക്കുന്നത്, ചൂടായോണ്ടായിരിക്കും നല്ല തണുത്ത നൈറ്റുകൾ. ശാസ്ത്രത്തിൻ്റെ ഓരോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ കണ്ടു. കള്ളിപ്പാറയിൽ നിങ്ങൾ പോന്നു കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നല്ല റോഡാണ്. അപ്പോൾ അവിടെ കുറച്ച് നല്ല രീതിയിലുള്ള സീനറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിലൊരു ബസ്സും, ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളും. അങ്ങനെ നല്ല വിശാലമായി പരന്ന് കിടക്കുന്ന റോട്ടിലൂടെ ഞങ്ങളിങ്ങനെ വരികയായിരുന്നു. പെട്ടെന്നൊന്നും സംഭവിച്ചില്ല. ഞാനൊരു ചുമ്മാ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞതാണ്. അങ്ങനെ കുറച്ച് നല്ല കാഴ്ചകൾ, ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ വീഡിയോ പിടിച്ചിങ്ങ് പോരുമായിരുന്നു. പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഒരു സംഭവമുണ്ട്, അത് നിങ്ങൾ എന്തായാലും കാണണം. ഞങ്ങളിങ്ങനെ പോകുന്ന കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വെയിൽ കാരണം വണ്ടിക്കകത്ത് നല്ല ചൂട്. അതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം, 7up ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ തിന്നാനാണ് പോകുന്നത്. അതെ, അങ്ങനെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വെൺമണിയിൽ ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലം കേട്ടോ. ഇവിടെയാണിപ്പോൾ നല്ല ചൂടുള്ള പായസം കിട്ടും. പക്ഷേ പായസം ഞങ്ങൾ കുടിച്ചില്ല, ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഒന്നാമത് അന്തരീക്ഷത്തിന് ചൂട്, അതിൻ്റെ ഇടയ്ക്കൊരു ചൂട് പായസം കൂടെ താങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ പതിയെ വീഡിയോസൊക്കെ എടുത്ത് ആ ആകാശമൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിങ്ങ് പോന്നു. കുറച്ച് ദൂരം ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. കുറച്ച് മുമ്പത്തെ പോലെ ഞാൻ ചുമ്മാ പറ്റിക്കാൻ പറയുന്നില്ല. ഇവിടെ നിങ്ങൾ പോന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു വണ്ടി ഞങ്ങളുടെ ഫ്രണ്ടിൽ. ആ വണ്ടിയിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഓക്കെ? അങ്ങനെ ഞങ്ങളിങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ലോറി കണ്ട്. ആ ലോറിക്കകത്തൊരു സാധനമുണ്ട്. നമ്മുടെ വരുമാനം, നമ്മുടെ ടാക്സ്, ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്നത് ലോറിക്കകത്ത സാധനത്തിൻ്റെ അകത്തുനിന്നാണ്. നിറവേറുമായി തുളുമ്പി പോകുന്ന കണ്ടോ, അതാണ് ബിവറേജിലേക്കുള്ള ലോറി.